ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 65 24/3/1988. പരിശുദ്ധ മറിയമാണ് സംസാരിക്കുന്നത്. സമാധാനം നിന്നോടുകൂടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുക. മനുഷ്യരുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സന്ദേശവാഹകയായി ജീവിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നിന്നെ വളരെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്നു. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. വന്നിപ്രകാരം അവിടുത്തോട് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസിയെ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കണമേ. എളിമയും ക്ഷമയും സ്നേഹം അഭ്യസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നീതിയുടെയും നന്മയുടെയും വഴികളിലൂടെ എന്നെ വഴി നയിക്കണമേ. എന്റെ ഇച്ഛാശക്തിയെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്നെ നവീകരിക്കണമേ. അങ്ങേക്ക് എന്നെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ തക്കവിധം അങ്ങേക്ക് യോജിച്ച വിധത്തിൽ എന്നെ മാറ്റണമേ. ആമേൻ. സഭ പുനരുദ്ധരിക്കപ്പെടും. അവസാനം ഞങ്ങളുടെ ഇരു ഹൃദയങ്ങളും വിജയം വരിക്കും. ദൈവിക പ്രവർത്തികളിൽ വ്യാപരിക്കുന്ന വ്യക്തികളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് എന്റെ പ്രത്യക്ഷപ്പെടലുകൾ. ദൈവത്തിന്റെ പക്കലേക്കുള്ള മടങ്ങി വരുവാനുള്ള ഒരു വിളിയാണ് ഈ പ്രത്യക്ഷപ്പെടലുകൾ. ഇതൊരു മുന്നറിയിപ്പുമാണ്. ഈ വർഷം ഞാൻ അനേകർക്ക് പ്രത്യക്ഷപ്പെടും. ധാരാളം ദർശനങ്ങൾ കാണുന്നവരുമുണ്ടാകും. അവിശ്വാസമോ സംശയമോ നിന്ദയോ കൂടാതെ ദൈവത്തിന്റെ ഓരോ പ്രവൃത്തിയും സ്വാഗതം ചെയ്യപ്പെട്ടിരുന്ന ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്തീയ അനുഭവത്തിലേക്ക് സഭ മടങ്ങി വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യകാല ക്രിസ്തീയ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന വിശ്വാസ തീഷ്ണതയിലേക്ക് പരിശുദ്ധ സഭ മടങ്ങി വന്ന് സഭ നവീകരിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളിലും ദൈവിക പ്രത്യക്ഷപ്പെടലുകളിലും ദർശനങ്ങളിലും സഭ വിശ്വസിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവം നമ്മോട് സംസാരിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത്. സഭയിൽ ഒരു നവീകരണം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയമേ, അങ്ങേക്ക് നന്ദി. പരിശുദ്ധ മറിയത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. നീ ആകുലപ്പെടരുത്. രാവും പകലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ, യേശു ഇവിടെയുണ്ട്. വസൂല, ഇത് ഞാനാണ്. ഞാൻ യേശുവിനെ വിവേചിച്ചറിഞ്ഞെങ്കിലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നെ നോക്കുക, ഞാൻ അവരിൽ യാതൊരു വിശുദ്ധിയും കാണുന്നില്ല. യേശുവെ, ഇക്കാലത്തെ അങ്ങയുടെ ദൈവിക പ്രവൃത്തികളെ തള്ളിക്കളയുന്നവരിലാണോ അങ്ങ് വിശുദ്ധി കാണാത്തത്? അതെ, ഒരുവനിലും ഞാൻ വിശുദ്ധി കാണുന്നില്ല. എന്റെ കുരിശിൽ നിന്ന് ഓരോ തവണ ഞാൻ നിലവിളിക്കുന്ന അതേ നിമിഷം തന്നെ എന്റെ സ്വന്തപ്പെട്ടവരിൽ ഒരാൾ സാത്താന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്നു. വസൂല, എന്റെ പുരോഹിതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവെ, അങ്ങ് എന്തിനാണ് എന്നെ പുരോഹിതെ എന്ന് വിളിക്കുന്നത്? കാരണം സ്ത്രീ പൗരോഹിത്യം അനുവദിച്ചിട്ടില്ലല്ലോ. ഞാൻ നിന്നെ ദേഹിയെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ദേഹിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ കണ്ണുകൾ ദേഹിയെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുക. എന്റെ ഹൃദയം ദേഹിയെ അനുഭവിച്ചറിയുന്നു. ഞാൻ നിന്റെ ശരീരത്തെയല്ല, നിന്നെ ദേഹിയെ സ്നേഹിക്കുന്നു. നിന്റെ ശരീരത്തിനുള്ളിലാണ് നീ ദേഹി ഉള്ളത്. എന്റെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ പരിശ്രമിക്കുക. ശരീരവും ദേഹിയും ആത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് യേശു ഉദ്ദേശിക്കുന്നു. നിന്റെ ദൈവമായ ഞാൻ നോക്കുന്നത് പോലെ, കാണുന്നത് പോലെ നിന്നെ ദേഹിയെ കാണുക. ദൈവസന്നിധിയിൽ ദേഹിയാണ് പ്രധാനപ്പെട്ടത്. മരണശേഷം ദേഹി സ്വർഗത്തിലെത്തുന്നു. സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസം കൂടാതെ ദേഹികൾ മാലാഖമാരെ പോലെയായിരിക്കും. യേശു നോക്കുന്നത് ദേഹിയെയാണ്, മറിച്ച് ദേഹിയെ സംവഹിക്കുന്ന ശരീരത്തെയല്ല. ഇപ്രകാരം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം യാതൊരു വ്യത്യാസവും കാണുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ പാദമുദ്രകളിലൂടെ നടക്കുക. വരൂ, നമുക്ക് അതേ കർത്താവേ,
26/3/1988. എന്റെ ദൈവമേ, അങ്ങയുടെ തിരുമുഖം നോക്കി ധ്യാനിക്കുന്നതിൽ നിന്ന് എന്റെ കണ്ണുകളെ പിന്തിരിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അവസാനമില്ലാത്ത ആരാധനയുടെ മണിക്കൂറുകളായി എന്റെ ദൃഷ്ടി അങ്ങിൽ തന്നെ പതിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, അങ്ങിൽ നിന്ന് എന്റെ മനസ്സ് വേർപിരിയുന്നില്ല. ഓരോ നിമിഷവും ഭൂമിയിലും സ്വർഗത്തിലും എന്റെ മനസ്സ് അങ്ങിലും അങ്ങയോടുകൂടിയും നിമഗ്നമായിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് ശ്വസിക്കുന്നത്. എന്റെ ആനന്ദവും പുഞ്ചിരിയും അങ്ങാണ്. നിത്യമായി ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങിൽ പ്രത്യാശിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നു. ദേഹി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സമാധാനം നിന്നോടുകൂടെ. എന്നെ ആരാധിക്കുക. അനുഗ്രഹീതയായിരിക്കുക. നിന്റെ ദൈവമായ എന്നെ നോക്കുക, എന്നെ പ്രസാദിപ്പിക്കുക. ഈ മണിക്കൂർ വരുന്നതിനു വേണ്ടി ഞാൻ തീക്ഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ എന്റെ അടുക്കൽ എത്തിക്കുന്നതിനു വേണ്ടി ഞാൻ എത്രമാത്രം തീക്ഷ്ണമായി ആഗ്രഹിച്ചു. കർത്താവെ, അങ്ങയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ. എന്റെ തിരുഹൃദയത്തിനുള്ളിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്ഥലം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ ഭവനം എന്റെ തിരുഹൃദയമാണ്. വരൂ, എന്റെ അടുക്കിലേക്ക് വരിക. 10 വയസ്സ് പ്രായമായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ദർശനം യേശു എനിക്ക് വീണ്ടും നൽകി. വരൂ, എന്റെ അടുക്കിലേക്ക് വരൂ എന്ന് അന്ന് കേട്ട വാക്കുകളും ഇപ്പോൾ യേശു ആവർത്തിച്ചു. 10 വയസ്സുള്ളപ്പോഴായിരുന്നു യേശു എന്നെ ആദ്യമായി വിളിച്ചത്. വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, എന്നെ മുറുകെ പിടിക്കുക. ഞാൻ നിന്നെ വഴി നയിക്കാം. ആരംഭം മുതൽ തന്നെ നീ എന്റേതായിരുന്നു. മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവെ, ഞാൻ അങ്ങയെ ബോഷത്വത്തോളം സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നത് എന്നെ മഹത്വപ്പെടുത്തുകയും നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. എന്റെ പാദമുദ്രകളെ പിന്തുടരുക. അവ നിന്നെ നീ എവിടെയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ നവീകരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പീഡിതരായ ഞങ്ങളിൽ അങ്ങ് വസിച്ച് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അങ്ങയുടെ ചിറകുകളാൽ ഞങ്ങളെ ആവരണം ചെയ്തുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അഭിലാഷങ്ങൾ ഗ്രഹിച്ച് അവ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങളെ വിനീതരാക്കുകയും അങ്ങയുടെ പ്രകാശത്തിൽ നയിക്കുകയും ചെയ്യണമേ. ആമേൻ. 29/3/1988. യേശുവേ, എന്റെ യേശുവേ, പ്രത്യക്ഷപ്പെടൽ എന്ന വാക്കിന് പരിഹസിക്കുന്ന പുരോഹിതന്മാരോട് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ബിയാട്രീസും ഞാനും നിസ്സഹായരാണ്. പ്രത്യക്ഷപ്പെടൽ എന്ന വാക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല താനും. പ്രത്യക്ഷപ്പെടലുകളോ സത്യം അന്വേഷിക്കുക, അല്ലാതെ പ്രത്യക്ഷപ്പെടലുകളെ പറ്റി അന്വേഷിക്കേണ്ടതില്ല. എന്റെ സുഹൃത്തായ ബിയാട്രീസിനോട് ഒരു കത്തോലിക്ക പുരോഹിതൻ പറഞ്ഞ മറുപടിയായിരുന്നു ഇത്. അവൾക്ക് യാതൊരു മറുപടിയും പറയുവാനില്ലായിരുന്നു. അതുപോലെ എനിക്കും ഒരു മറുപടി പറയുവാനില്ലായിരുന്നു. കർത്താവെ, ഞങ്ങൾ നിസ്സഹായരാണ്. പുഷ്പമേ, ഞാനാണ് സത്യമെന്നും എന്റെ വചനമാണ് സത്യമെന്നും ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. എന്നാൽ എന്റെ സ്വന്തപ്പെട്ടവരിൽ അനേകർ എന്റെ വചനങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഹൃദയം കഠിനമാക്കിയ അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലും ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്റെ മക്കൾ വീണ്ടും പ്രവചിക്കും. അനേകർക്ക് ഞാൻ സ്വപ്നങ്ങളും ദർശനങ്ങളും നൽകും. അവരിലെ ഏറ്റവും ചെറിയവർക്ക് പോലും ഞാൻ ദർശനങ്ങൾ നൽകും. ഞാൻ നിങ്ങൾക്ക് പ്രത്യാശ നൽകും. ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇതാണ് ഞാൻ ഇക്കാലത്ത് നൽകുന്ന അടയാളങ്ങൾ. ശിശുക്കളുടെ അധരങ്ങളിൽ നിന്ന് നിങ്ങൾ സത്യം കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എന്റെ ഇക്കാലത്തെ ദൈവിക പ്രവൃത്തികളെ നിന്ദിക്കുന്നവരോട് ഞാൻ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ വിശ്വാസത്യാഗം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിശ്വസിക്കുന്നവരും എന്റെ തോട്ടമായ സഭയെ നശിപ്പിക്കുന്നവരും എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് പശ്ചാത്തപിക്കുവിൻ. കുഞ്ഞേ, വരൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കെന്റെ സമാധാനമുണ്ടാകട്ടെ. എന്നിൽ നിന്ന് ഭക്ഷിക്കുക, എന്നെ മുറുകെ പിടിക്കുക, ഞാൻ നിന്റെ അരികെയുണ്ട്. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവിന് സ്തുതി. എന്റെ പ്രബോധനങ്ങൾ ഗ്രഹിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുവിൻ. കർത്താവായ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എവിടെയായിരുന്നാലും അവിടെ ഞാൻ സന്നിഹിതനാണ്. അതിനാൽ എന്നെ നോക്കുമ്പോൾ പുഞ്ചിരിക്കുക. ഹൃദയ ലാളിത്യമുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. നീതി വിജയം വരിക്കും.
സത്യസന്ധത നിറഞ്ഞ ലാളിത്യത്താൽ എന്റെ സഭ നവീകരിക്കപ്പെടും. കുഞ്ഞെ, എന്റെ ദൈവവചനങ്ങൾ നിന്നിൽ മുദ്രണം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല. നീ എന്റെ തിരുഹൃദയത്തിൽ വിശ്രമിക്കുക. നിന്റെ കർത്താവ് നിന്റെ ഹൃദയത്തിലും വിശ്രമിക്കട്ടെ. യേശുവേ, അങ്ങയുടെ അഭീഷ്ടം പ്രവർത്തിക്കുവാനുള്ള ശക്തിയും വിശ്വാസവും സ്നേഹവും എനിക്ക് നൽകണമേ. അങ്ങയെ അനുസരിക്കുവാനും സ്വയം വിനീതിയായി ജീവിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. എന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാനും തിന്മയ്ക്ക് പകരം സ്നേഹം നൽകുവാനും എന്നെ പഠിപ്പിക്കണമേ. വസൂല, ഞാൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എന്നെ നോക്കി പുഞ്ചിരിക്കുക. ഞാൻ യേശുവിനെ നോക്കി പുഞ്ചിരിച്ചിരുന്നു. എന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. എന്നോട് വിശ്വസ്തയായിരിക്കുക. എന്റെ പ്രതിബിംബമായി തീരുക. അതേ വസൂല, എന്റെ ശരീരത്തിൽ വേദനയുണ്ട്. എന്റെ തിരുഹൃദയത്തിന്റെ മധ്യത്തിൽ തന്നെയാണ് കുന്തമുന കയറിയിരിക്കുന്നത്. എവിടെയാണ് കർത്താവേ? എന്റെ സഭയുടെ ഉള്ളിൽ, അതിവിശുദ്ധ സ്ഥലത്ത് തന്നെയാണത്. എന്റെ തിരുഹൃദയത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നു. എന്റെ അതികഠിനമായ വേദനയിൽ അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ തുനിഞ്ഞു. മകളെ, ഉണരുക. സഭയ്ക്ക് നിന്നെ അത്യാവശ്യമുണ്ട്. വിശ്വാസത്യാഗവും അധാർമികതയും മൂലമുള്ള അന്ധകാരത്തിലാണ് എന്റെ സഭ ഇപ്പോൾ കഴിയുന്നത്. സഭാധികാരികളുടെ പാപങ്ങൾ മൂലം എന്റെ ആടുകൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസേ. യേശു പത്രോസ് എന്ന് നീട്ടി വിളിക്കുകയാണ്. പത്രോസ് മാർപ്പാപ്പയുടെ പ്രതീകമായിട്ടാണ് യേശു ഉപയോഗിക്കുന്നത്. അല്ലയോ പത്രോസേ, ഞാൻ എന്റെ കുരിശിൽ നിന്ന് നിലവിളിക്കുകയാണ്. ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നത് നീ എന്നോട് വിശ്വസ്തനായിരുന്നതുകൊണ്ടാണ്. തീവ്രമായ വേദനയാൽ ഞെരങ്ങി സംസാരിക്കുന്നത് പോലെയാണ് യേശു ഇപ്പോൾ പറയുന്നത്. പത്രോസേ, എന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവനെ, എന്റെ നിലവിളി കേൾക്കുക. ആ കായന്മാരിൽ ഞാൻ തെല്ലും സ്നേഹവും വിശുദ്ധിയും കാണുന്നില്ല. അവർ അനേകരാണ്. അവർ എന്റെ ഭവനമായ സഭയെ നിർജ്ജനമാക്കിയിരിക്കുന്നു. അവരുടെ കരങ്ങളിൽ യാതൊന്നുമില്ലാതിരിക്കെ എന്റെ ആടുകൾ എന്തു ഭക്ഷിക്കും? എന്റെ സഭയെ അവർ ഒരു മരുഭൂമിയാക്കി മാറ്റിയതിനാൽ എന്റെ ആടുകൾക്ക് കൊടുക്കുവാൻ അവരുടെ കൈവശം യാതൊന്നുമില്ല. പത്രോസേ, നീ പ്രാർത്ഥിക്കുക. മരുഭൂമിയായി മാറിയ എന്റെ സഭയെ നിനക്ക് കാണുവാൻ കഴിയേണ്ടതിന് ഞാൻ നിന്നെ എടുത്തുയർത്തും. എന്റെ തിരുഹൃദയത്തിലെ മുറിവിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. എന്റെ തിരുഹൃദയത്തിൽ തുളച്ചു കയറിയിരിക്കുന്ന കുന്തമുന കാണുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. അത് കാണുമ്പോൾ തീവ്രവേദനയാൽ നീ നിലവിളിക്കും. ആ കുന്തമുന എന്റെ തിരുഹൃദയത്തിൽ നിന്ന് വലിച്ചൂരി പുറത്തെടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞാൻ നിനക്ക് നൽകും. ഇന്നത്തേക്കുള്ള സന്ദേശം അവസാനിച്ചെന്ന് കരുതി ഞാൻ എഴുന്നേറ്റു. പിന്നീട് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിനുള്ള അതിദാരുണമായ വേദനയും ദുഃഖവും എനിക്ക് എന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ നിലവിളി കേട്ടു. എന്റെ കണ്ണുകളും നിറഞ്ഞു. യേശു അത്യധികം വേദന സഹിക്കുകയാണ്. യേശുവിന്റെ ദുഃഖം കണ്ട് ഞാനും കരഞ്ഞു. വസൂല, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെക്കുറിച്ചും തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ വ്യക്തികളെക്കുറിച്ചുള്ള എന്റെ മനോവിധ എന്റെ തിരുഹൃദയത്തിൽ വലിയ ദുഃഖം വരുത്തുന്നു. എന്റെ വസൂല, ഞാൻ അവരുടെ വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൾ വാതിൽ തുറക്കുവാൻ വിസമ്മതിക്കുന്നു. അവളുടെ ദൈനംദിന പ്രവൃത്തികളുടെ മധ്യേ എനിക്ക് വേണ്ടി അല്പസമയം കണ്ടെത്തുവാൻ അവൾക്ക് കഴിയുന്നില്ല. അവൾ ദേഹി കൂടുതൽ അന്ധകാരത്തിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൾക്ക് ബുദ്ധിയും ഗ്രഹണശേഷിയും നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ അവളുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ അവൾ വിസമ്മതിക്കുന്നതിനാൽ ജീവിതത്തിൽ അവൾക്ക് മാറ്റം വരുത്തുവാനാവുന്നില്ല. ഞാൻ അവളിൽ നിന്ന് യാതൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരല്പം അംഗീകാരവും ഒരല്പം സ്നേഹവുമാണ് ഞാൻ അവളോട് ചോദിക്കുന്നത്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ വസൂല? വളരെ ദുഃഖത്തിലാണ് യേശു സംസാരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അവളെ സൃഷ്ടിച്ചത്. അവൾ എന്നെ പുറത്തു നിർത്തിയതിനാൽ അവൾ ഇതൊക്കെ അറിയുമോ? അതേ വസൂല, എന്നെ സ്നേഹിക്കുക. എന്നെ നീ സമാശ്വസിപ്പിക്കുക. എന്നോട് യാതൊരു സ്നേഹവുമില്ലാത്തവരുടെ കുറവ് പരിഹരിക്കുക. ഏതാനും ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുവാനായിട്ട് വന്ന അതിഥിയായ ഞങ്ങളുടെ ഒരു ബന്ധുവിനെ കുറിച്ചാണ് യേശു ഇവിടെ സംസാരിച്ചത്. ഈ ദൈവിക സന്ദേശങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞവൾ ജിജ്ഞാസയാൽ നോട്ട്ബുക്കുകളിൽ എഴുതിയ സന്ദേശം വായിക്കുവാനായി ചോദിച്ചു. 1987 ഒക്ടോബർ മാസത്തിൽ ലഭിച്ച ഏതാനും സന്ദേശങ്ങൾ അവൾ വായിച്ചു. താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്ന ഒരു വായ്ക്കോട്ട വിട്ടുകൊണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു: റിട്ടയർ ചെയ്തതിനു ശേഷം എന്റെ റോസാ പൂന്തോട്ടവും ആത്മീയ ജീവിതവും പരിപാലിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ സന്ദേശം എഴുതിയെടുക്കുന്നത് നോക്കിക്കാണുവാനുള്ള അനുവാദം അവൾ ചോദിച്ചു. ദൈവിക സന്ദേശം സ്വീകരിക്കുന്ന പ്രതിഭാസം നോക്കിക്കാണുക എന്ന ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുവാനാണ് അവൾ ഇങ്ങനെ ചോദിച്ചത്. അവളുടെ അഭ്യർത്ഥന ഞാൻ നിരസിച്ചു.
ദൈവം പ്രത്യേകമായി വിളിക്കുന്നവരൊഴികെ മറ്റാരും ഈ സന്ദേശം എഴുതിയെടുക്കുന്നത് കാണുന്നില്ല. 2 തവണ മാത്രമേ മറ്റുള്ളവർ ഞാൻ ഈ സന്ദേശം സ്വീകരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, മറ്റേത് ഡാക്കയിലെ കത്തോലിക്ക കരിസ്മാറ്റിക് സെന്ററിൽ വെച്ചും. അത് പരിശുദ്ധമായ ഒരു സാഹചര്യമായിരുന്നു. ജിജ്ഞാസയാൽ അവഹേളിക്കപ്പെടുന്നില്ല. 30/3/1988. ഈ ദൈവിക സന്ദേശങ്ങൾ വെറും പ്രയോജനരഹിതമാണെന്നും സന്ദേശം എഴുതിയെടുക്കൽ ഞാൻ അവസാനിപ്പിക്കണമെന്നും എന്നെ ബോധ്യപ്പെടുത്തുവാൻ നിരാശനായ സാത്താൻ ഇന്ന് കിണഞ്ഞു പരിശ്രമിച്ചു. എന്റെ ബലഹീനത എന്നെ വളരെ താഴ്ചയിലേക്ക് വലിച്ചു കൊണ്ടുപോയതിനാൽ എനിക്കൊരു ഉറപ്പ് ആവശ്യമായിരുന്നു. എന്റെ ബലഹീനത മനസ്സിലാക്കുന്ന ദൈവം അവസാനം ക്ഷമകെട്ട് എന്നെ മടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. പുഷ്പമേ, എന്നെ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ ദ്രോഹിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. നിന്നെ തള്ളിക്കളയുവാനോ നിന്നോട് കോപിക്കുവാനോ നിന്നെ ദ്രോഹിക്കുവാനോ അല്ല ഞാൻ നിന്നെ എന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നത്. വാത്സല്യത്താലും സ്നേഹത്താലുമാണ് ഞാൻ നിന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹപൂർവ്വം ഞാൻ നിന്നെ വഴി നയിച്ചു. സ്നേഹത്താൽ ഞാൻ നിന്നെ പോഷിപ്പിച്ചു. വളരെ കരുതലോടെ ശ്രദ്ധാപൂർവമാണ് ഞാൻ നിന്നോട് വർത്തിച്ചത്. എന്നെ ഭയപ്പെടരുത്. വരൂ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് ഗ്രഹിക്കുക. ദേഹി, നിനക്ക് സമാധാനമുണ്ടാകട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, എന്നോടുള്ള അങ്ങയുടെ ക്ഷമയെ പ്രതിയും എന്നെ രക്ഷിക്കുവാൻ ഓടി വന്നതിനെ പ്രതിയും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. 31/3/1988. വസ്സൂല, കർത്താവായ ഞാനാണ് നിനക്ക് സന്ദേശം നൽകുന്നതെന്ന് നീ ഒരിക്കലും സംശയിക്കരുത്. ഭയപ്പെടരുത്. യേശുവായ ഞാനാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ പരിഭ്രമിച്ചിരുന്നു. ഈ സന്ദേശങ്ങളെല്ലാം ഒരുപക്ഷെ ദൈവത്തിൽ നിന്നല്ലായിരിക്കാം എന്ന് ഞാൻ ഭയപ്പെട്ടുപോയി. എന്നാൽ പിന്നെ ഇതെല്ലാം എങ്ങനെ എഴുതപ്പെട്ടു? എനിക്ക് ആശയക്കുഴപ്പമുണ്ടായി. വസ്സൂല, മൃതരിൽ നിന്ന് നിന്നെ ഉയർപ്പിച്ച, നിന്നെ രക്ഷിച്ച നിന്റെ രക്ഷകനായ യേശുവാണ് ഞാൻ. വരൂ, ഭയപ്പെടരുത്. എന്റെ സഭയെ ഉദ്ധരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റായ പഠനങ്ങൾ സഭയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതിന്റെ സ്വാധീനത്താൽ അനേകർക്ക് സത്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. തന്മൂലം നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉളവായി. നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടയായി. എന്റെ സഭയ്ക്കിപ്പോൾ ഒരു നവീകരണം അത്യാവശ്യമായിരിക്കുന്നു. എന്റെ ആടുകൾക്ക് പോഷണം നൽകുവാൻ യാതൊന്നും കൈവശമില്ലാത്ത വൈദികർക്കും മെത്രാന്മാർക്കും കാർഡിനാൾമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സത്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചതിന്റെ ഫലമാണിത്. എന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിക്കുന്ന അവർ നിർജീവരായിരിക്കുന്നു. ഇപ്പോഴും നിർജീവരാണ്. അവരുടെ ഉള്ളിൽ അവർ ഒരു മരുഭൂമി സൃഷ്ടിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് അവർക്കറിയാം. ഒരു ആടും മരുഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. സ്വാഭാവികമായി ആടുകൾ വഴിതെറ്റി അലയും. കാരണം അവയെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ഭക്ഷണം നൽകി പോഷിപ്പിക്കുവാനും ഇടയനില്ലല്ലോ. കാലത്തിന്റെ ആരംഭം മുതൽ തന്നെ ഞാൻ ഈ ലോകത്തിന് അനേകം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവളെ, ലോകം എന്റെ സ്വർഗീയ പ്രവൃത്തികളെ തിരസ്കരിക്കുന്നതിനാൽ, നിങ്ങളിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും എടുത്തു കളയുന്നതിനാൽ, നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനാൽ എന്റെ ക്രോധം ഈ ഇടയന്മാർക്കെതിരെ ജ്വലിക്കും. എന്റെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള സമയം അടുത്തെത്തിയിരിക്കുന്നു. അതൊരു മഹിമയാർന്ന അടയാളമായിരിക്കും. ഈ മഹിമയാർന്ന അടയാളം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർക്ക് എത്രമാത്രം തെറ്റുപറ്റിയിരിക്കുന്നെന്ന്. അനേകർ വിശ്വസിക്കേണ്ടതിന് ഈ അടയാളം നിനക്ക് നൽകപ്പെടും. ആ സമയം അടുത്തിരിക്കുന്നതിനാൽ പ്രാർത്ഥിക്കുക. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ മടങ്ങിവരവിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.